വെൽക്കം ബാക്ക്. നമ്മളിന്ന് നോക്കുന്നത് IT-യിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇങ്ക്സ്കേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള SSLCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നു, SSLC ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ദെൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്റ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നു. എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇങ്ക്സ്കേപ്പ് എല്ലാവർക്കും വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. എന്നാലോ വളരെ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ള ചാപ്റ്ററാണ് ഇങ്ക്സ്കേപ്പ്. ഒന്നാമത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും ഇങ്ക്സ്കേപ്പ് ചെയ്യാൻ അറിയുണ്ടാവും. ബാക്കിയുള്ള ചാപ്റ്റേഴ്സാണ് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, കുറച്ചൊക്കെ നമ്മൾ ഉഴപ്പ് തുടങ്ങി പതുക്കെ ക്ലാസ്സിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ക്സ്കേപ്പ് ഇങ്ങനെ ഗ്രാഫിക്സ് പിക്ചർ വരക്കുന്ന സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും, എക്സാമിനകത്ത് സ്കോർ ചെയ്യാനും പറ്റും. ഒന്നാമത്തെ ഗ്രൂപ്പിലാണ് ഇങ്ക്സ്കേപ്പിൻ്റെ ക്വസ്റ്റ്യൻ വരിക. ഇങ്ക്സ്കേപ്പിൻ്റെ കൂടെ ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യനായി വരിക ഓപ്പൺ ട്യൂൺസ് ആനിമേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആനിമേഷൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആനിമേഷൻ അഥവാ ഓപ്പൺ ട്യൂൺസിൻ്റെ സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ഇങ്ക്സ്കേപ്പിൽ നിന്നുള്ള സോഫ്റ്റ്വെയറും കൂടിയാണ് ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരിക. സപ്പോസ് ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻസും ഇങ്ക്സ്കേപ്പിൽ നിന്ന് വരാം, ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ഓപ്പൺ ട്യൂൺസിൽ നിന്ന് വരാം, ചിലപ്പോൾ 1 ക്വസ്റ്റ്യൻ ഓപ്പൺ ട്യൂൺസിൽ നിന്നും 1 ക്വസ്റ്റ്യൻ ഇങ്ക്സ്കേപ്പിൽ നിന്ന് വരാം. അതുകൊണ്ട് തന്നെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. 2 ചാപ്റ്ററും പഠിച്ചിരിക്കണം. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓവർ ക്വസ്റ്റ്യൻ പഠിക്കാതെ ഒഴിവാക്കാൻ കഴിയില്ല. നമുക്ക് എക്സാമിനകത്ത് വരുന്നതിൽ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തിരഞ്ഞെടുത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ചാപ്റ്റേഴ്സ് കൃത്യമായി ചെയ്യാൻ നിങ്ങൾ പഠിച്ചെടുക്കണം. അങ്ങനെ ആ ക്ലാസ്സസ് പഠിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനേഴ്സിൻ്റെ വീഡിയോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സിമ്പിളായ മെത്തേഡ് മാത്രമേ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്നും നീട്ടി വലിച്ച് പറയുന്നില്ല, സിമ്പിളായ സ്റ്റെപ്പ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാതൃകയിലേതുപോലെ ഒരു ഭൗമദിന പോസ്റ്റർ ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കുക. സൂചനകൾ: പോസ്റ്ററിൽ മാതൃകയിലേതുപോലെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ചേർക്കുക. ആദ്യ വരിക്ക് സാൻസ് സെരിഫ് എന്ന ഫോണ്ടും രണ്ടാമത്തെ വരിക്ക് ഫ്രീ സാൻസ് എന്ന ഫോണ്ട് നൽകുക. ഇമേജ് 10 ഫോൾഡറിലുള്ള earth.png എന്ന ചിത്രം പോസ്റ്ററിലേക്ക് ഉൾപ്പെടുത്തുക. മാതൃകയിലേതുപോലെ പശ്ചാത്തലം ക്രമീകരിക്കുക. മീൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ ഡാർക്ക് കളർ പോലെ, ഡാർക്ക് അല്ലാതെ ലൈറ്റായിട്ട് ഒരു ഗ്രേ കളർ പോലെ ഒരു കളർ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ദെൻ താഴേക്ക് വന്നാൽ ബാക്കി സ്റ്റെപ്പ് കൂടി നോക്കാം. പൂർത്തിയായ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _earthday എന്ന പേരിൽ exam 10 പ്രൊഡക്ട്സ് ഫോൾഡറിൽ PNG ഫയൽ ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാം. എക്സാമിൻ്റെ സമയത്ത് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫയൽ PNG ആയി സേവ് ചെയ്യുക എന്നുള്ളത്. ഒരിക്കലും അവിടെ എക്സ്പോർട്ട് എന്നുള്ള ടേം അവർ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. എക്സ്പോർട്ട് എന്നുള്ള ടേം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും .png എന്ന ഫയൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അതെന്ത് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണം, PNGയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഇങ്ക്സ്കേപ്പിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ഫയൽ ഫോർമാറ്റ് .svg ആണ്. അതാണ് അതിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ. SVG സേവ് ചെയ്യാൻ പറഞ്ഞാൽ ജസ്റ്റ് ഫയൽ പോയി സേവ് ചെയ്താൽ മാത്രം മതി. എന്നാൽ PNGയൊക്കെ സേവ് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായി ഫയൽ എക്സ്പോർട്ട് ചെയ്യണം. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഇങ്ക്സ്കേപ്പ് തുറക്കുകയാണ്. ഇങ്ക്സ്കേപ്പ് തുറക്കാൻ നമ്മുടെ താഴെയുള്ള ഇവിടെ ഷോ ഓൾ ആപ്ലിക്കേഷൻസ് എന്നുള്ള ബട്ടൺ ഉണ്ടല്ലോ, ഒരു 9 ചെറിയ സ്ക്വയേഴ്സ് ഉള്ളത്, അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഓപ്ഷൻസ് വരും. അതിനകത്ത് നമ്മൾ ഇങ്ക്സ്കേപ്പ് എന്ന് സെർച്ച് ചെയ്യാണ്. ഓക്കെ, ഇങ്ക്സ്കേപ്പ് തുറന്നു വരുന്നുണ്ട്. ഡിഫോൾട്ടായിട്ട് ഇങ്ക്സ്കേപ്പ് തുറന്നു വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇവിടെ ക്യാൻവാസ് ഡിഫോൾട്ടാണ് വേണ്ടത്. അവിടെ സേവ് എന്നത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ താങ്ക്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് റീസെൻറ്റ് ഫയൽസ് എന്നുള്ളിടത്ത് ന്യൂ ഡോക്യുമെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കാവുന്നതാണ്. ഈ ഒരു ഫോർമാറ്റ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. എക്സാമിനകത്ത് പുതിയ ഒരു വിൻഡോ ആയിരിക്കും ഉണ്ടാവുക, അപ്പോൾ പുതിയ ലോഗിൻ ആയിരിക്കും. അപ്പോൾ ഇങ്ക്സ്കേപ്പ് മുൻപ് ആരെങ്കിലും തുറന്നിട്ടില്ല എങ്കിൽ കൃത്യമായി ഇത്തരത്തിലായിരിക്കും നിങ്ങളെ വിൻഡോ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ അത് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പേടിക്കരുത്. കൃത്യമായി സേവ്, താങ്ക്സ്, ദെൻ ന്യൂ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ ആ ഓർഡറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ക്സ്കേപ്പ് തുറന്നു വരും. സപ്പോസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ,
സപ്പോസ് ചിത്രം വരയ്ക്കുമ്പോൾ കളർ കാണുന്നില്ല, സർക്കിൾ വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിൽ കളർ വരുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തൊട്ട് മുൻപ് ചെയ്ത ആരെങ്കിലും സെറ്റിങ്സ് എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ അറിയാതെ നിങ്ങൾ തന്നെ അറിയാണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ക്സ്കേപ്പിനെ റീസെറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് സമയമൊന്നും വേണ്ട അതിന്. പക്ഷേ ഒരു കാര്യം ചെയ്യണം, ഇങ്ക്സ്കേപ്പ് റീസെറ്റ് ചെയ്യുന്നതിന് മുൻപായി നിങ്ങൾ ചെയ്ത ഫയൽ സേവ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, റീസെറ്റ് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. അതെല്ലാമെങ്കിലും സംഭവിക്കും, ചെയ്ത വർക്ക് വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് ചെയ്ത വർക്ക് വീണ്ടും ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫോൾട്ടായിട്ട് ഞാനിപ്പോൾ തുറന്നപ്പോൾ കണ്ടില്ലേ, അത്തരത്തിലുള്ള രീതിയിലാണ് നിങ്ങളുടെ വിൻഡോസ് വരുന്നതെങ്കിൽ നിങ്ങളത് റീസെറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം. ഇനി അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞാൽ അവരത് റീസെറ്റ് ചെയ്ത് റെഡിയാക്കി തരും. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട കാര്യം, റീസെറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിക്കാം. ഫയലിൽ പോവുക, ഇവിടെ താഴെ ഫയൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോമിൽ പോയാൽ റീസെറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും, അത് തുറക്കുക. അതിനകത്ത് ഒരുപാട് സോഫ്റ്റ്വെയർസിനെ റീസെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇങ്ക്സ്കേപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, സ്ക്രീനിൽ മെസ്സേജ് വരും, ഇങ്ക്സ്കേപ്പ് ഹാസ് ബീൻ റീസെറ്റ്. ഓക്കെ, ഇങ്ക്സ്കേപ്പ് ഇപ്പോൾ റീസെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നിലവിൽ തുറന്നു വെച്ചിരിക്കുന്ന വിൻഡോ ക്ലോസ് ആയി പോയിട്ടുണ്ടാവും. നമ്മളെന്ത് ചെയ്യുന്നു, വീണ്ടും ഇങ്ക്സ്കേപ്പ് തുറക്കുകയാണ്. ഇത് എക്സാമിന് ചിലപ്പോൾ നിങ്ങൾ എക്സാം ഹാളിൽ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു തന്നൊരു ടിപ്പാണ് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുക എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് ഇങ്ക്സ്കേപ്പ് തുറക്കുന്ന രീതിയിലാണ് നമ്മുടെ വിൻഡോ വരിക. ഇവിടെ എന്ത് ചെയ്യുക, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ദെൻ താങ്ക്സ് ക്ലിക്ക് ചെയ്യുക, ദെൻ ന്യൂ ഡോക്യുമെൻറ്റ്, ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ പുതുതായിട്ട് ഡോക്യുമെൻറ്റ് ചെയ്യാൻ പോവാണ്. ഇനി അടുത്ത ചെയ്യേണ്ട കാര്യം, തുറന്ന് വരുമ്പോൾ ഡിഫോൾട്ടായിട്ട് ഒരു A4 സൈസിലൊരു പേജ് ബോർഡർ നമ്മുടെ ക്യാൻവാസിലുണ്ടാവും. നമുക്ക് A4 സൈസിലൊരു കാര്യമല്ല സെറ്റ് ചെയ്യേണ്ടത് എങ്കിൽ A4 സൈസ് കൃത്യമായി A4 സൈസിലൊരു കാര്യം നമ്മളടുത്ത് സെറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ക്യാൻവാസിൻ്റെ സൈസ് A4 ഇട്ടാൽ മതി. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ബോർഡർ നമ്മൾ സ്ക്രീനിൽ നിന്ന് ഒഴിവാക്കുക. കാരണം അതല്ലെങ്കിൽ നിങ്ങൾ അറിയാണ്ട് ആ ബോർഡറിനകത്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, ബോർഡറിന് പുറത്ത് പോയിക്കാണ്ടൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളത് സേവ് ചെയ്ത് വരുമ്പോൾ ഈ ബോർഡറിനകത്തുള്ള ഏരിയ മാത്രമേ നമ്മുടെ ഫയലിൽ ഉണ്ടാവുള്ളൂ, പുറത്തുള്ളത് ഫയലിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ബോർഡർ അവിടെ നിന്ന് ഇങ്ങനെ പിറകിൽ കാണുന്നത് ഒരു ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടില്ല കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള പേജ് ബോർഡർ എങ്ങനെ ഒഴിവാക്കാൻ നോക്കാം. പേജ് ബോർഡർ ഒഴിവാക്കാൻ വളരെ സിമ്പിളാണ്. ഫയലിൽ പോയിട്ട് ഇവിടെ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ താഴേക്ക് മൗസ് മൂവ് ചെയ്യുക. കഴ്സർ ഇവിടെ ഈ സൈഡിൽ സ്ക്രോൾ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. താഴേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പേജ് ബോർഡർ എന്നുള്ളതിന് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ബോർഡറിനകത്ത് ഷോ പേജ് ബോർഡർ എന്നുള്ളത് ടിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അൺടിക്ക് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും, പേജ് ബോർഡർ എന്നുള്ള കാര്യം ഡിസേബിൾ ആവും. അപ്പോൾ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഏരിയയിൽ നിന്ന് പോയിട്ടുണ്ട്. ഇങ്ങനെ ഫ്രീ ആയ ഒരു ക്യാൻവാസാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇവിടെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു ക്യാൻവാസ് സെറ്റ് ചെയ്യാം അല്ലേ. ബാക്ക്ഗ്രൗണ്ടിലെ പിക്ചറായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ക്സ്കേപ്പ് തന്നെ തുറന്ന് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യാം. ഇവിടെ ടൂൾസൊക്കെ ഉണ്ട്. ഇത് സെലക്ഷൻ ടൂളാണ്, ഇത് നോഡ് എഡിറ്റിംഗ് ടൂളാണ്, ഇത് സർക്കിൾ ടൂളാണ്, ഇത് സ്റ്റാറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിന് 3D കാര്യങ്ങൾ അതുപോലെ സ്പൈറൽസ് ചെയ്യാനുള്ളതാണ്. ഇതാണ് നമ്മുടെ ഡ്രോ ബേസിയർ കർവ് ടൂള്. ഇത് വളരെ കൂടി ഇമ്പോർട്ടൻ്റ് ആയ ടൂൾസാണ്. ഇതിനെക്കുറിച്ച് ഞാൻ പിറകിൽ പറയാം. പിന്നെ അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ടൂളുണ്ട്, അതുപോലെ കാലിഗ്രഫി ടൂളുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളൊരു കളറുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സ്ക്രീനിൽ സെറ്റ് ചെയ്യുക. അതിനുവേണ്ടി കളറൊന്ന് ചൂസ് ചെയ്യുന്നുണ്ട്. വരക്കുന്നതിന് മുമ്പ് കളറൊന്ന് സെറ്റ് ചെയ്തു. അതിനുശേഷം സ്ക്രീനിലൊന്ന് ഇങ്ങനെ വരച്ച് തീർത്തു. ഏകദേശം ഇതുപോലൊരു കളറാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തു. ഇതിനുശേഷം നമ്മുടെ ഈ ആരോക്കി ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീനിലൊന്ന് സെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് നീക്കി വെക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് നിലവിൽ ക്വസ്റ്റ്യനിൽ പേജ് ബോർഡർ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ബോർഡർ ചെയ്യുന്നില്ല. നമുക്ക് അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ വീണ്ടും പറയാം, എങ്ങനെയാണ് ഇതിന് പേജ് ബോർഡർ വേണമെങ്കിൽ ബോർഡർ എങ്ങനെ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡീഷണൽ ടിപ്പ് പോലെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ക്വസ്റ്റ്യൻ മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് അഡീഷണൽ കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് വേണ്ട ക്യാൻവാസ് ബാക്ക്ഗ്രൗണ്ട് സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, ഇനി പിന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു ഇമേജിനെ കൊണ്ടുവരാണ്ട് അല്ലേ. ഇമേജ് കൊണ്ടുവരാണ്ട് രണ്ട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് ഇമേജ് കൊണ്ടുവരാം. ഫസ്റ്റ് ആയിട്ട് ഇമേജല്ലേ വേണ്ടത്. ഇങ്ക്സ്കേപ്പിനകത്ത് ഇമേജ് കൊണ്ടുവരാൻ ഓപ്ഷൻ ഫയലിൽ പോയിട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഫയലിൽ പോയിട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഏറ്റവും സിമ്പിളായ മെത്തേഡ് അതാണ്.
വേറൊരു വിൻഡോ തുറന്ന് വർക്ക് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഫയൽ വഴി കൊണ്ടുവരികയാണ് നല്ലത്. ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം ഫോൾഡർ തുറക്കും. ഹോമിനകത്ത് ഇമേജ് 10 തുറക്കുക. ഇതിനകത്ത് നമ്മളടുത്ത് earth.png എന്ന ഫയലാണ് തുറക്കാൻ പറഞ്ഞത്. അപ്പോൾ earth.png തുറന്നു. ദെൻ ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്തതോടുകൂടി ഓക്കെ ക്ലിക്ക് ചെയ്താൽ മതി, സ്ക്രീനിലേക്ക് പിക്ചർ വരും. ഇപ്പോൾ സ്ക്രീനിൽ പിക്ചർ വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം ഇത് വലിച്ചു നീട്ടി വലിപ്പം കൂട്ടാവുന്നതാണ് ഓരോ ആരോഗ്യം ക്ലിക്ക് ചെയ്തിട്ട്. പക്ഷേ തുല്യ അളവിൽ എല്ലാ സൈഡിലേക്കും ഒരുമിച്ച് സൈസ് കൂടാൻ ഒരുപോലെ സൈസ് കൂടാനും ഒരുപോലെ സൈസ് കുറയാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഷിഫ്റ്റ് കീയും കൺട്രോൾ കീയും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്താണെങ്കിൽ ഇത് ഒരുപോലെ വലിപ്പം കൂടുകയും വലിപ്പം കുറയുകയൊക്കെ ചെയ്യും. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് അതിനെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ഇപ്പോൾ ഈ പിക്ചറോടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അല്ലേ. പിക്ചർ സൈസ് ഉയർത്തി വെക്കാം, താഴ്ത്തി വെക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം അലൈൻമെൻറ്റ് സെറ്റൊക്കെ ചെയ്യാം. ഇനി കൃത്യമായി അലൈൻമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഇവിടെ ഇതിൻ്റെ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളറും കൂടി ഈ ഷേപ്പ് കൂടി സെലക്ട് ചെയ്യണം. അതിന് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ രണ്ടും ഈ സെലക്ഷനിലായി. ഇനി എന്ത് ചെയ്യുക വെച്ചാൽ ഒബ്ജക്റ്റിൽ പോയാൽ അലൈൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അലൈൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, സെൻറ്റർ ഓൺ വെർട്ടിക്കൽ ആക്സിസ്, നേരെ പേജിൻ്റെ പകുതിയിലൂടെ ഉള്ള സെൻറ്ററിലൂടെ ഒരു ലൈൻ പാസ് ചെയ്യുകയാണെങ്കിൽ ആ ഇതിനകത്ത് കറക്റ്റ് സെൻട്രലായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണിത്. ഓക്കെ, ഇതിന് നേരത്തെ ആയ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, സെൻറ്റർ ഓൺ ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പോൾ സെൻറ്റർ ഓൺ വെർട്ടിക്കൽ ആക്സിസും സെൻറ്റർ ഓൺ ഹൊറിസോണ്ടൽ ആക്സിസും ഉണ്ട്. അത് രണ്ട് സെറ്റ് ചെയ്താൽ കറക്റ്റ് പേജിൻ്റെ സെൻറ്ററിലാണ് വരിക. നമുക്കിവിടെ പേജിൻ്റെ സെൻറ്ററിലല്ല വേണ്ടത്, കുറച്ച് മുകളിലായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ വെർട്ടിക്കൽ ആക്സിസിലായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ക്രീനിൽ വന്ന് നോക്കിയാൽ കറക്റ്റ് കാണാൻ പറ്റും. കറക്റ്റായിട്ട് ആ ഒരു ഈ പേജിൻ്റെ ഒത്ത നടുവിൽ നിന്ന് താഴേക്ക് വരച്ചാൽ എവിടെയാണോ വരിക ആ ലൈനിൻ്റെ നടുവിലായിട്ടാണ് എന്ത് ചെയ്യുക ഈ ഒരു പിക്ചറുകൾ അടക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് കണ്ടന്റ് 2 ലൈൻ ഇട്ടും കൂടി ടൈപ്പ് ചെയ്യാനുണ്ട്. അവർ പവർ അവർ പ്ലാനറ്റ് ചെറിയ അക്ഷരത്തിലാണ് എഴുതേണ്ടത്. അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ എ എന്ന ഇവിടെ ടെക്സ്റ്റ് ടൂൾ ഉണ്ടല്ലോ, എ എന്ന സിമ്പിൾ കാണുന്ന ഇത് ടൂളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് യൂസ് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സൈഡിലൊന്നിങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഇതിന് മുകളിൽ എഴുതാം, പക്ഷേ സൗകര്യാർത്ഥം ഇവിടെ പുറത്തുനിന്ന് എഴുതി സെറ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വരാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ചെയ്യാം. ടൂൾ സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു അവർ പവർ അവർ പ്ലാനറ്റ് എന്നാണ്. ഓക്കെ, അവർ പവർ അവർ പ്ലാനറ്റ്. രണ്ടിലും പ്ലാനറ്റിൽ രണ്ടിലും പി ക്യാപിറ്റലാണ്, പവറിൽ പിയും ക്യാപിറ്റലാണ്. അപ്പോൾ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇതൊന്ന് സെലക്ട് ചെയ്യുക, മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ നമ്മളടുത്ത് പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ വരി സാൻസ് സെരിഫ് എന്നാണ്, രണ്ടാമത്തെ എന്ത് ചെയ്യണം ഫ്രീ സാൻസ് എന്നുള്ള ഇതിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം, ഒന്നാമത്തെ സാൻസ് സെരിഫ് തന്നെയാണ് ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊരു കളർ സെറ്റ് ചെയ്യണം. ക്വസ്റ്റ്യനുള്ള കളർ എങ്ങനെയാണ്, ക്വസ്റ്റ്യനിൽ ബ്ലാക്ക് കളർ തന്നെയാണ്, പക്ഷേ എന്തുണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതിന്, ആ ബാക്ക്ഗ്രൗണ്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇത് ഇവിടെ സ്ക്രീനിൽ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ ഒന്നുകൂടെ എടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് ഒന്ന് വരക്കാം. പക്ഷേ ഇവിടെ കളർ ചേഞ്ച് ചെയ്യണം. ബ്ലൂ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിന് മുകളിലൂടെ ഒന്ന് വരച്ചെടുത്തു. ദെൻ സെലക്ട് ചെയ്തു. അതിനുശേഷം സെലക്ട് ചെയ്യാൻ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ മുകളിലുള്ള ഇപ്പോൾ വരച്ച ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പിക്ചർ ബാക്കിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, താഴെയുള്ള അക്ഷരം മുന്നിലേക്ക് വരും. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പോൾ ഈ റെക്റ്റാങ്കിളാണ് സെലക്ഷനിലുള്ളത്. ഒബ്ജക്റ്റിൽ നിന്ന് പോവുക. ഒബ്ജക്റ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ റൈസ് ടു ടോപ്പ്, റൈസ് ലോവർ ടു ബോട്ടം എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് റൈസ് ടു ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് ഏറ്റവും മുകളിലേക്ക് വരാനും
ലോവർ ടു ബോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്ക് പോകാനാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി, നേരെ താഴേക്ക് ബാക്കിലേക്ക് പോയാൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പിറകിലേക്ക് പോകും. നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ലോവർ ചെയ്താൽ മതി. ഒരു സ്റ്റെപ്പ് ലോവർ ചെയ്താൽ മതി, ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം താഴേക്ക് ഇറങ്ങുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ ഓപ്ഷൻസ് ഇവിടെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഒരുപോലെ സെറ്റാക്കി വെക്കാവുന്നതാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് അലൈൻമെൻറ്റ് ശരിയാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വരച്ചിരിക്കുന്ന ചെറിയ റെക്റ്റാങ്കിളുടെ അകത്ത് കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് കൃത്യമായി ഇരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഒരു ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ഉള്ളിലും കൂടി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിൽ പോവുക, അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് പോയിട്ട് ഈ രണ്ട് ഓപ്ഷൻസും ക്ലിക്ക് ചെയ്യുക. വെർട്ടിക്കലും അതുപോലെ ഹൊറിസോണ്ടലും ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കൃത്യമായിട്ട് നമ്മൾ വരച്ച പിക്ചറിൻ്റെ സെൻട്രലായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. അതിനുശേഷം നമുക്ക് ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി താഴെ വേൾഡ് എർത്ത് ഡേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. വേൾഡ് എർത്ത് ഡേ എന്നുള്ളതും കൂടി എഴുതണം. അത് എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ വീണ്ടും എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ വരക്കുക. ഓക്കെ, ദെൻ ടൈപ്പ് ചെയ്യുക. ഇത് ഫുൾ ക്യാപിറ്റലാണ്. നമ്മൾ എന്ത് ചെയ്യുക, വേൾഡ് എർത്ത് ഡേ തന്നെയല്ലേ. ഓക്കെ, വേൾഡ് എർത്ത് ഡേ. വേൾഡ് എർത്ത് ഡേ എഴുതി കഴിഞ്ഞു. ഇതൊന്ന് സെലക്ട് ചെയ്യാൻ കൗസർ ഉണ്ടാകുമ്പോൾ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സെലക്ഷനിലുള്ള ഒരു ഓപ്ഷൻ കിട്ടും. കൗസർ ഒരു എൻഡിലേക്ക് മൂവ് ചെയ്തിട്ട് നമ്മുടെ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇത് ഫ്രീ സാൻസ് എന്ന ഓപ്ഷൻ മാറ്റാൻ പറഞ്ഞു. ഫ്രീ സാൻസ് അതിൽ നോക്കാം. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക ഫ്രീ സാൻസ് ആയി സെലക്ഷൻ, ഫ്രീ സാൻസ് ആയി എർത്ത്. ദെൻ ക്വസ്റ്റ്യനിലൊന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കട്ടി ഉണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് ബോൾഡായി കൊടുക്കാം. അതിനൂടെ നോർമൽ മാറ്റിയിട്ട് സെമി ബോൾഡ്. ഓക്കെ, ചെറുതായിട്ട് ബോൾഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഫുൾ ബോൾഡാക്കണമെങ്കിൽ കൺട്രോൾ ബി ക്ലിക്ക് ചെയ്തിട്ട് ബോൾഡാക്കാവുന്നതാണ്. അത് ബോൾഡാകുന്നത് ഓരോ ഫോണ്ടിനനുസരിച്ചും വ്യത്യാസപ്പെടും. ചില ഫോണ്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ബോൾഡാക്കാൻ കഴിയില്ല. അത് അങ്ങനെ ആയിരിക്കുമ്പോൾ ഫോണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇത് നമുക്ക് ഫുള്ളായിട്ട് ബോൾഡാക്കാൻ പറ്റുന്നില്ല, സെമി ബോൾഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇനി ഇതിന് വേണ്ട കളർ എന്താണെന്ന് ചൂസ് ചെയ്യാം. കളർ നോക്കിയാൽ ഒരു ലൈറ്റ് ഗ്രീൻ പോലെ, ബ്ലൂ പോലെയാണ്. നമുക്ക് നോക്കാം. ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കളേഴ്സ് ഇവിടെ നിന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റിൽ പോയിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് വഴി കളർ സെറ്റ് ചെയ്യുക. ഒബ്ജക്റ്റ് പോയി ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്ലിക്ക് ചെയ്തു. ഫിൽ കളറിനകത്ത് ഏകദേശം ഇതുപോലൊരു കളറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് സ്ക്രീനിൽ നോക്കാം. ഈ ഒരു ഏരിയയിൽ ഇവിടെയുള്ള കളറാണ് ഞാൻ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലുള്ള കളറിനെ കിട്ടിയിട്ടുണ്ട്. സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. സൈസ് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ കീയും ഷിഫ്റ്റ് കീയും കൂടി പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് കുറച്ച് വലിപ്പം കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചോദിച്ചാൽ ഇത് നമുക്ക് മൂവ് ചെയ്ത് ഇതിൻ്റെ താഴെയായിട്ട് പ്ലേസ് ചെയ്ത് വെക്കുക. വേൾഡ് എർത്ത് ഡേ. ഇതും വേണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ കറക്റ്റ് സെൻട്രൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതെല്ലാം ഒരുപോലെ സെൻട്രൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക. എന്നിട്ട് ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാം സെലക്റ്റായി. നമുക്ക് വെർട്ടിക്കൽ ആക്സിസിന് എല്ലാം സെൻട്രൽ ലൈൻ വരക്കുകയാണെങ്കിൽ ആ ഒരു ലൈനിൽ കൃത്യമായി പകുതി രണ്ട് സൈഡിലേക്കും അലൈൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനെന്ത് ചെയ്യുക, ഒബ്ജക്റ്റിൽ പോയിട്ട് അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് പോവുക. ഇവിടെ ഈ ഒന്നാമത്തെ ഓപ്ഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ ഓൺ വെർട്ടിക്കൽ ആക്സിസ് സെറ്റ് ചെയ്താൽ കറക്റ്റായിട്ട് എല്ലാം സെൻട്രലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരു കളർ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർക്കണം. ഓരോന്ന് സെപ്പറേറ്റ് പീസുകളല്ലേ. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി നമ്മളിതിനെ സെലക്ട് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് ടോട്ടൽ ഇങ്ങനെ പുറത്തു കൂടി ഇങ്ങനെ സെലക്ട് ചെയ്താൽ എന്ത് ചെയ്യും, എല്ലാ ഇൻറ്റേർണലിലെല്ലാം സെലക്ട് ആവും. അതിനുശേഷം ഒബ്ജക്റ്റ് പോയിട്ട് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം. ഇതിന് ഷിഫ്റ്റ് കൺട്രോൾ പ്ലസ് ജി ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, കൺട്രോൾ ജി ക്ലിക്ക് ചെയ്താൽ ഗ്രൂപ്പ് ആവും. ഷിഫ്റ്റ് കൺട്രോൾ ജി ക്ലിക്ക് ചെയ്താൽ അൺഗ്രൂപ്പ് ആവും. ഗ്രൂപ്പാക്കുക നമുക്ക് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യാം, അൺഗ്രൂപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് ഗ്രൂപ്പായി. നമ്മൾ നീക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് മൂവ് ചെയ്യുക, ഒറ്റ പീസായിട്ട് മാറി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിനെ നമ്മൾ PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനാണ്. അതിന് മുമ്പ് ആദ്യം ഫയൽ എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. ഫയൽ സേവ് ചെയ്യാൻ വേണ്ടി ഫയലും പോയിട്ട് സേവ് എന്നൊരു ഓപ്ഷൻ കണ്ടോ,
ഈ സേവ് എന്നൊരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നോർമൽ സേവ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ എക്സാം 10 പ്രോഡക്ട്സിലേക്ക് ഒന്ന് പോയിട്ട് ഇവിടെ രജിസ്റ്റർ നമ്പർ _ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് നോർമൽ SVG ആയി സേവ് ചെയ്യുന്ന രീതിയാണ്. അഥവാ സപ്പോസ് ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. earth.svg ഫയൽ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ആദ്യം ഫോൾഡർ സെറ്റ് ചെയ്യണം. ഏത് ഫോൾഡറിലേക്കാണ് ചെയ്യുന്നത് കൃത്യമായി സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ പേര് ടൈപ്പ് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. ആദ്യം പേര് ടൈപ്പ് ചെയ്ത് നിങ്ങൾ പെട്ടെന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഓടിപ്പോവും. അപ്പോൾ എന്ത് സംഭവിക്കുക, കറക്റ്റ് ചിലപ്പോൾ ഡോക്യുമെൻറ്റ്സിലോ ഹോമിലോ വേറെ എവിടെയെങ്കിലും ആയിരിക്കുമ്പോൾ ഫയൽ ഉണ്ടാവുക, കൃത്യമായിട്ട് ഫയൽ അറിയില്ല. അപ്പോൾ ഇൻവിജിലേറ്റേഴ്സിന് ബുദ്ധിമുട്ടാവും. എക്സാം ഫോൾഡറിൽ കൃത്യമായി ഫയൽ സേവ് ചെയ്താൽ മാത്രമേ അവർക്ക് നോക്കാൻ കഴിയുള്ളൂ. അങ്ങനെ കൃത്യമായി നോക്കി എക്സാം നിങ്ങൾ ചെയ്ത വർക്ക് അവർക്ക് നോക്കി മാർക്കിടണ്ടേ. മാർക്കിടുമ്പോൾ കറക്റ്റായിട്ട് എക്സാം ലൊക്കേഷനിൽ ഫയൽ സേവ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം പ്രാക്ടിക്കൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് ഫയൽ തുറന്ന് ആ ഫയൽ സേവ് ചെയ്താൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ 1 മാർക്ക് കിട്ടും. ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും 1 മാർക്ക് കിട്ടും. അപ്പോൾ ചെയ്യാൻ അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ആ സോഫ്റ്റ്വെയർ മനസ്സിലാക്കിയിട്ട് ആ സോഫ്റ്റ്വെയറിൽ എന്താണോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് മുഴുവനാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഫയൽ സേവ് ആക്കുകയാണെങ്കിലും ചെയ്തതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യാൻ അറിയാത്ത ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചിട്ട് പ്രാക്ടിക്കൽ ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യരുത്. IT ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല, തിയറിയിലും ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യേണ്ട. എല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫയൽ സേവ് ചെയ്യുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. സേവ് ബട്ടൺ ഇവിടെ ഫോൾഡർ സെലക്ട് ചെയ്തു, അതിനുശേഷം സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, കൃത്യമായി നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് ഇതിനെ PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനാണ്. എങ്ങനെയാണ് PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ ഫയൽ പോയിട്ട് എക്സ്പോർട്ട് PNG ഇമേജ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, എക്സ്പോർട്ട് PNG ഇമേജ്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന മുൻപായി നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, സപ്പോസ് നിങ്ങൾ സ്ക്രീനിൽ നിന്ന് പോകുമ്പോൾ ഈ ഒരു സംഭവം നമ്മൾ വരച്ച പിക്ചർ സെലക്റ്റഡ് അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പിക്ചറിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ. വേറെ പിക്ചേഴ്സ് സൈഡിലുണ്ടെങ്കിൽ അതൊന്നും എക്സ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ വേണ്ട കാര്യങ്ങൾ മാത്രം സ്ക്രീനിൽ നിലനിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ഫയൽ പോയിട്ട് എക്സ്പോർട്ട് PNG ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് PNG ഇമേജ്, ഇവിടെ ഓപ്ഷൻ പേജ്, ഡ്രോയിങ്, സെലക്ഷൻ, കസ്റ്റം എന്നുണ്ടാവും. അതിനകത്ത് സെലക്ഷൻ എന്നുള്ളത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. സപ്പോസ് ഡ്രോയിങ്ങിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, സെലക്ഷനിൽ ക്ലിക്ക് ചെയ്ത് സെലക്ഷനിലേക്ക് മാറ്റുക. അത് ഏതാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കുന്നത് അതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഒരു ഗ്രേ ഷെയ്ഡിൽ കാണിക്കുന്നുണ്ടല്ലോ, അതാണ് ഇവിടെ സെലക്ഷൻ. ഇനി ഇതാണ് സെലക്ഷനാണ് ഇവിടെ നിലവിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി താഴേക്ക് വരുമ്പോൾ ഇവിടെ ഡയറക്റ്റ് എക്സ്പോർട്ട്, ഇവിടെ നേരത്തെ ഞാൻ ഫയൽ എക്സാം 10 പ്രോഡക്ട്സിലേക്ക് സേവ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഡിഫോൾട്ടായിട്ട് എക്സാം 10 പ്രോഡക്ട്സ് വന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ വേറെ ഫോൾഡർ ആണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പോയി എക്സ്പോർട്ട് ആസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇതിപ്പോൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ പേര് മാറ്റി കൊടുത്താൽ എന്ത് ചെയ്യും, സാധനം വർക്ക് ചെയ്യും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് എക്സാമിന് ചെയ്യാമെന്ന് പഠിക്കാൻ വേണ്ടി എക്സ്പോർട്ട് ആസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ക്വസ്റ്റ്യനിലേക്ക് പോവുക. എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്തു, ആ വിൻഡോയിലേക്ക് പോയി ഹോം മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സാം 10 പ്രോഡക്ട്സ് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്തു. ഇവിടെ ഇപ്പോൾ കറക്റ്റ് എക്സാം 10 പ്രോഡക്ട്സിലായി. ഇനി ഇവിടെ എന്ത് ചെയ്യണം, ഈ PNGക്ക് മുൻപ് നമ്മുടെ രജിസ്റ്റർ നമ്പർ _ എർത്ത് എന്നാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. ക്വസ്റ്റ്യനിൽ എർത്ത് തന്നെയാണെന്ന് തോന്നുന്നു. എർത്ത് ഡേ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ കൊടുക്കുക, എർത്ത് ഡേ. ഓക്കെ, എർത്ത് ഡേ .png അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യേണ്ട, അത് റിമൂവ് ചെയ്യാനോ അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി എന്ത് ചെയ്യുന്നത്, എക്സ്പോർട്ട് ആയിട്ടുണ്ടാവും. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴത്ത് കണ്ടോ എഴുതി കാണിക്കുന്നുണ്ട്, ഡ്രോയിങ് എക്സ്പോർട്ടഡ് ടു ഹോം സ്കൂൾ എക്സാം 10 പ്രോഡക്ട്സ്. നമ്മൾ കൊടുത്ത പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹോമിനകത്ത് സ്കൂൾ എന്നാണ് എൻ്റെ ഹോമിൻ്റെ പേര്, ഹോം എന്നാണ് യൂസറിൻ്റെ പേര്. അപ്പോൾ ഹോമിനകത്ത് കൃത്യമായിട്ട് ലൊക്കേഷനിൽ സേവ് ആയിട്ടുണ്ട്. നമ്മളത് കറക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പോയി നോക്കാം. വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പോയി നോക്കുമ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. PNG ആണോ SVG ആണോ എന്നുള്ളത്. ഹോമുക്ക് തുറന്നു, എക്സാം 10 പ്രോഡക്ട്സ് എന്നുള്ളത് തുറന്നു. ഓക്കെ, 2 പിക്ചർ കണ്ടോ. ഈ രണ്ടാമത്തെ പിക്ചർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് നമ്മൾ ചെയ്ത കണ്ടൻറ്റ് എന്താണ്, അതിനകത്തുള്ള ഉൾപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പുറത്തുനിന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്താൽ ആ ഫയൽ തുറക്കാതെ തന്നെ പുറത്തുനിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐക്കൺ കുറച്ച് സൈസ് ഉണ്ടെങ്കിൽ, ഐക്കണിൻ്റെ സൈസ് കുറച്ച് അധികം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടൻറ്റ് പുറത്തുനിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ,
പക്ഷേ ഇവിടെ നോക്കൂ, നമ്മൾ PNG അല്ലാതെ SVG ആയിട്ട് സേവ് ചെയ്ത ആ ഫയൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. SVG ആയി സേവ് ചെയ്ത ഫയൽ നമുക്ക് പുറത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലേ. അത് തുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ക്സ്കേപ്പ് തന്നെ തുറക്കണം. അതിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ഇങ്ക്സ്കേപ്പ് തുറന്നാൽ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റായിട്ട് ആ പിക്ചർ സ്ക്രീനിൽ വരുള്ളൂ. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായല്ലോ. നിങ്ങൾ ഫയൽ സേവ് ചെയ്യുന്ന ലൊക്കേഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ SVG എങ്ങനെയാണ് PNG എങ്ങനെയാണെന്നുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പോൾ എക്സാമിന് സമയത്ത് PNG ആക്കി സേവ് ചെയ്യാൻ പറഞ്ഞാൽ പല കുട്ടികളും എന്ത് ചെയ്യും, ഫയൽ സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ പേരിൻ്റെ കൂടെ .png ഇട്ടുകൊണ്ട് അങ്ങനെ സേവ് ചെയ്യാൻ ശ്രമിക്കും. അത് തെറ്റായ രീതിയാണ്. അങ്ങനെ ചെയ്താൽ കൃത്യമായ ഔട്ട്പുട്ട് കിട്ടില്ല. കൃത്യമായ ഔട്ട്പുട്ട് PNGയിലെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. കറക്റ്റായിട്ട് നമുക്ക് പുറത്തുനിന്ന് തന്നെ ഫയൽ തുറക്കുന്നതിന് മുൻപ് തന്നെ ആ കറക്റ്റ് ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് PNG എന്ന് ഉദ്ദേശിച്ചു കേട്ടോ. ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കൊന്ന് പോവുക. അടുത്ത പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിളായൊരു ക്വസ്റ്റ്യനാണ് പറയുന്നുണ്ട്, നോക്കാം. സെയിം സംഭവം തന്നെയാണ്. മാതൃകയിലേതുപോലെ ഒരു ജലദിന പോസ്റ്റർ ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കുക. സൂചനകൾ മാതൃകയിലേതുപോലെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ചേർക്കുക. ജെൻഡിയം ബുക്ക് ബേസിക് ഫോണ്ട് എന്നിവ ഉപയോഗിക്കുക. ഇമേജ് 10 ഫോൾഡറുള്ള ഹാൻഡ്.png വാട്ടർ.png എന്നീ ചിത്രങ്ങളും പോസ്റ്ററിലേക്ക് ഉൾപ്പെടുത്തുക. മാതൃകയിലേതുപോലെ പശ്ചാത്തലവും ക്രമീകരിക്കുക. ഓക്കെ, ഇവിടെ ഒരു ബ്ലൂ കളറിലാണ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മാർച്ച് 12 രണ്ട് പിക്ചർ സെറ്റ് ചെയ്യാണ്ട്, ഒരു പിക്ചറല്ല 2 പിക്ചർ സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പൂർത്തിയായ ഫയൽ രജിസ്റ്റർ നമ്പർ _water_day എന്ന പേരിൽ എക്സാം പ്രൊഡക്ട്സ് ഫോൾഡറിൽ PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതും ചെയ്ത് നോക്കാം. എന്ത് ചെയ്യാം, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയൽ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ആൾറെഡി നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടല്ലോ. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു. ഈ ക്വസ്റ്റ്യനും കൂടി തുറക്കുകയാണ്. ഇങ്ക്സ്കേപ്പ് വീണ്ടും തുറന്നു. ഇവിടെ ഞാനിപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിലാണ് വിൻഡോ വരിക. അപ്പോൾ എന്ത് ചെയ്യുക, ന്യൂ ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഫ്രഷ് ആയിട്ട് വരുമ്പോഴാണ് ആ സേവ് അതുപോലെ താങ്ക്സ് ഒക്കെ പറഞ്ഞ ഓപ്ഷനൊക്കെ വരിക. പേജ് തുറന്നു വന്നിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ ഒരു പേജ് ബോർഡർ ഉണ്ട്. ആ ബോർഡർ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓപ്ഷൻസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ്. നിലവിൽ ആവശ്യമില്ലല്ലോ. അപ്പോൾ പേജ് ബോർഡർ ഇവിടെ ഉണ്ട്. ആ ബോർഡർ ഒഴിവാക്കാൻ നമ്മൾ ഫയൽ പോയി ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എടുത്തു. ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിനകത്ത് ഈ ഷോ പേജ് ബോർഡർ എന്നുള്ള ഓപ്ഷനാണ് ഒഴിവാക്കി കളഞ്ഞു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇതിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ സെറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്വയർ ടൂൾ യൂസ് ചെയ്തു. ബ്ലൂ കളർ ചൂസ് ചെയ്തു. ഓക്കെ, ഒരു കാര്യം ഇതിൻ്റെ കൂടെ അഡീഷണലായിട്ട് പറയുകയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ്റെ കൂടെ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അഡീഷണൽ ഇതിന് ബോർഡർ വെക്കാൻ പറയും. ബോർഡർ വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ സ്ട്രോക്കാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ട്രോക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു ബ്ലൂ കളറായി. ഞാൻ ഇതിന് കാണാൻ വേണ്ടിയിട്ട് ഒരു റെഡ് കളറിൽ സ്ട്രോക്ക് ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ പോവുക, ഫിൽ ആൻഡ് സ്ട്രോക്ക് തുറക്കുക. ഫിൽ ആൻഡ് സ്ട്രോക്ക് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ട്രോക്ക് പെയിൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഫിൽ പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഫിൽ പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷനാണ് ഫിൽ പെയിൻറ്റ്. അതിനകത്ത് ഫസ്റ്റ് ഇത് ഫ്ലാറ്റ് പെയിൻറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്തേക്ക് ഉള്ളിൽ നിറച്ച് കൊടുക്കുന്ന കളറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫിൽ പെയിൻറ്റ് എന്ന് പറയുക. സ്ട്രോക്ക് പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിനെ പുറത്ത് കൂടി ഇങ്ങനെ വരക്കുന്ന ഔട്ടർ ലൈന് കൊടുക്കുന്ന കളേഴ്സിനെ നമ്മൾ സ്ട്രോക്ക് പെയിൻറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഫിൽകൾ ആൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ പഠിക്കാൻ പോകുന്നത് സ്ട്രോക്ക് പെയിൻ്റ് ആണ്. സ്ട്രോക്ക് പെയിൻറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നിലവിൽ സ്ട്രോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് എന്തില്ല, പിക്ചറിലൊന്നും കളർ കൊടുത്തിട്ടില്ല. അപ്പോൾ സ്ട്രോക്കിന് കൃത്യമായ ഒരു കളർ, ഒരു ഒറ്റ ഫ്ലാറ്റ് സിംഗിൾ കളറാണെങ്കിൽ ഫ്ലാറ്റ് കളർ, 2 കളർ ചേർന്ന ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ലീനിയർ ഗ്രേഡിയൻറ്റ്, 2 കളേഴ്സ് സെൻട്രലായിട്ടൊരു കളറും ഔട്ടറിൽ വേറെ കളറായി കൊടുക്കുകയാണ്. അതിന് റേഡിയൽ ഗ്രേഡിയൻ്റ് എന്നൊക്കെ യൂസ് ചെയ്യും. ആ ഓപ്ഷനാണ് യൂസ് ചെയ്യുക. ഈ റേഡിയൽ ഗ്രേഡിയൻറ്റ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നിഴലും വെളിച്ചമൊക്കെ ക്രമീകരിക്കാനൊക്കെയാണ്. ഇപ്പോൾ സ്ഫിയറൊക്കെ വരച്ചിട്ട് നിഴലും വെളിച്ചമൊക്കെ ക്രമീകരിക്കാനാണ് എന്ത് ചെയ്യുന്നത്, റേഡിയൽ ഗ്രേഡിയൻറ്റ് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലാറ്റ് കളറാണ് ചൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ വേണ്ട കളർ ചൂസ് ചെയ്യാം. ഇവിടുന്ന് ഞാനൊരു ഡാർക്ക് റെഡ് കളർ യൂസ് ചെയ്തു. ഇപ്പോൾ കളർ ഇവിടെ സ്ക്രീനിൽ ഇപ്പോൾ നിലവിൽ കാണില്ല, കാരണം വളരെ തിന്നായിട്ടുള്ള ലെയറായി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കട്ടി കൂട്ടി കൊടുക്കണം. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ പറയും ബോർഡറിൻ്റെ കട്ടി കൂട്ടുക, അത്ര കൂട്ടുക എന്നൊക്കെ പറയും. അപ്പോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രോക്ക് സ്റ്റൈലിൽ വന്നിട്ട് ഇവിടെ വിടുത്ത് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, ഈ വിടുത്ത് കൂട്ടുന്നതിനനുസരിച്ച് ഇവിടെ സ്ക്രീനിൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ കൂട്ടി വരുന്നതിനനുസരിച്ച് അവിടെ ഇങ്ങനെ റെഡ് കയറി വരും. അപ്പോൾ 4 mm വന്നപ്പോൾ ഇതിന് റെഡ് കയറി വന്നതുണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബോർഡർ സെറ്റ് ചെയ്യേണ്ടത്.
ഇനി ബോർഡറിൽ എന്തെങ്കിലും ചേഞ്ചസ്, ഡിഫോൾട്ടായിട്ട് ലൈൻ ഉണ്ടാവുക, ഡാഷ് ആണെങ്കിൽ ഡാഷ് വരും. അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളോട് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ജസ്റ്റ് ഡിഫോൾട്ടായിട്ടുള്ള ലൈൻ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമുള്ള അതിനൊരു ബോർഡർ കൊടുക്കേണ്ട ഓപ്ഷൻ വരിക. ഇത് ഓക്കെ. ഇതിപ്പോൾ ഏത് ഷേപ്പിന് എന്ത് ചെയ്യും, സ്ട്രോക്ക് എനേബിൾ ആയിരിക്കും. ഇനി നമ്മൾ വരക്കുന്ന എല്ലാ പിക്ചറിനും സ്ട്രോക്ക് ഉണ്ടാവും. നമ്മൾ സ്ട്രോക്ക് ഒഴിവാക്കുന്നവർ എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഇപ്പോൾ ഈ ഒരു സർക്കിൾ വരക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു എലിപ്സായി, പക്ഷേ അതിൻ്റെ ഔട്ടറിൽ എന്തുണ്ട്, ബോർഡർ ഉണ്ടല്ലോ. അപ്പോൾ ഈ ബോർഡർ നമ്മൾ ഒഴിവാക്കണം. ബോർഡർ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ നമ്മൾ നിലവിലെ ക്വസ്റ്റ്യനൊക്കെ ബോർഡർ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കാണ്. ഒബ്ജക്റ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഫിൽ ആൻഡ് സ്ട്രോക്ക് വീണ്ടും തുറക്കുക. അതിനകത്ത് സ്ട്രോക്ക് പെയിൻറ്റ് എടുത്തിട്ട് ഈ സ്ട്രോക്കിൻ്റെ ഇങ്ങേ അറ്റത്തൊരു ഇൻറ്റു ഉണ്ടോ, ആ ഇൻറ്റു നോ പെയിൻ്റ് എന്നാണ് വരിക. ആ എക്സ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്താൽ, ക്ലോസ് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മുടെ ബോർഡറിൻ്റെ കളർ പോകും. ഓക്കെ. ഇനി അടുത്ത കാര്യം ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇവിടെ സേവ് വാട്ടർ സേവ് ലൈഫ് എന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാർച്ച് 22 എന്നും അതുപോലെ തന്നെ വാട്ടർ ഡേ എന്നും ടൈപ്പ് ചെയ്യണം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ചിത്രങ്ങളൊന്ന് പോയി നോക്കാം, ഹാൻഡും വാട്ടറും കൂടി നോക്കാം. ആദ്യം നമ്മളെന്ത് ചെയ്യുന്നു, ഒരു മിനിറ്റ്, ഇതിൻ്റെ സൈസ് ഒന്ന് കുറക്കുന്നുണ്ട്. ഹോമിൽ പോയി ഇമേജസ് 10 പോയാൽ ഹാൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 2 പിക്ചേഴ്സാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് വന്നിട്ട് ഫയലിൽ വന്നു, ഇമ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ എർത്ത് ഇവിടെ വാട്ടർ ഉണ്ട്, water.png, അത് നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റാക്കി ഈ സൈഡിലേക്ക് മാറ്റിയേക്കാണ്. ഇവിടെ സൈസ് ഒന്ന് കൂടിപ്പോയതാണ്, സൈസ് ഒന്ന് കുറച്ചാൽ മതി. ഓക്കെ, ഇതിവിടെ കൂടുന്ന വെച്ചിട്ടുണ്ട്. നമ്മൾ ബോർഡർ വേണ്ടത് സൈസ് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യാം. അടുത്ത ഇമേജ് കൂടി കൊണ്ടുവരാൻ പോവാണ്. ഫയലിൽ പോയി ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തു. എന്ത് വേണം, ഹാൻഡ് വേണം. ഹാൻഡ് ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ അടുത്ത ഇമേജും സ്ക്രീനിൽ വരും. ഇപ്പോൾ വലിയ ഇമേജ് വന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റും കൺട്രോളും കൂടി ഒരുമിച്ച് ക്ലിക്ക് ചെയ്തിട്ട് സൈസ് ചെറുതാക്കുകയാണ്. ഷിഫ്റ്റിംഗ് കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തു. പിന്നെ ആവശ്യാനുസരണം ആവശ്യമുള്ള പ്ലേസിൽ കൊണ്ട് ജസ്റ്റ് കൊടുത്ത് നോക്കണുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പിക്ചർ എന്ത് ചെയ്യുക, ഒരുപോലെ ചെറുതാക്കാൻ നമ്മൾ കൺട്രോൾ ഷിഫ്റ്റും കൂടി പ്രസ് ചെയ്ത് ഇങ്ങനെ ചെറുതാക്കുക. അത് ചെയ്യാതെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലിക്ക് ചെയ്യണ ഏത് ഏരിയക്കാണോ ആ ഏരിയക്ക് ചെറുതായി വരും. അപ്പോൾ വൃത്തികേടാവും. ഒരുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ കീ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ആരോ കീ ക്ലിക്ക് ചെയ്താലും കറക്റ്റായിട്ട് ഒരുപോലെ അത് ഒരേപോലെ ചെറുതായി വരും. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യാനുസരണം സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. ഓക്കെ, കുറച്ചുകൂടി വലിപ്പം കൂട്ടാം. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ ക്വസ്റ്റ്യനുള്ളത്. അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ സേവ് വാട്ടർ സേവ് ലൈഫ് എന്ന് കൊടുക്കണം. ഈ ഹാൻഡിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കണം, എന്നാലേ കറക്റ്റായി 2 സൈഡിലേക്കും കയറിയിരിക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഉള്ളിലൊന്ന് കുറച്ചും കൂടി വലിപ്പം കൂട്ടി സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ എന്ത് ചെയ്യുന്നു, നമ്മുടെ അലൈൻമെൻറ്റ് സെറ്റാക്കുന്നു. അലൈൻമെൻറ്റ് സെറ്റാക്കാൻ എന്ത് ചെയ്യുന്നു, ഈ രണ്ടിനും ഇപ്പോൾ ഔട്ടർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നറിലുള്ള 2 പിക്ചറും കൂടി സെലക്ട് ആവാൻ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഓരോന്ന് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം സെറ്റായി. ഇനി ഒബ്ജക്റ്റിൽ പോയിട്ട് അലൈൻമെൻറ്റിൽ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിനകത്ത് ഈ 1ാമത്തെ ഓപ്ഷൻ വെർട്ടിക്കൽ ആക്സിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് ഒരു വെർട്ടിക്കൽ ആക്സിൽ സെറ്റായി വന്നിട്ടുണ്ടാവും. കണ്ടല്ലോ. ഇനി ഇത് 2 സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കണ്ടൻറ്റ് എഴുതാനുണ്ട്. ഇവിടെ സേവ് വാട്ടർ സേവ് ലൈഫ് എന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യണം. അപ്പോൾ സേവ് വാട്ടർ എന്ന് എഴുതണം. അതിനെന്ത് ചെയ്യുക, നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുക്കുക. ഇവിടെ സൈഡിലായിട്ടൊന്ന് എഴുതിയിട്ട് ഉള്ളിൽ കൊടുന്ന് സെറ്റ് ചെയ്യുക. ഇവിടെ വേണ്ടത് സേവ് വാട്ടർ, ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ലെറ്റർ ആണോ, അല്ല സ്മോൾ ലെറ്റർ ആണ്, സ്മോൾ ലെറ്റർ ആക്കാം. സേവ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ആരെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ മാത്രം അവരുദ്ദേശിച്ചാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ സേവ് വാട്ടർ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ദെൻ അടുത്ത ടൂള് സെലക്ട് ചെയ്ത് സേവ് ലൈഫ് എന്നാണ്. വലിയ അക്ഷരം കൊടുക്കാം.
വലിയ ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ദെൻ അതും എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് സ്ക്രീനിൻ്റെ ഇവിടെ ഇടതുവശത്തായി കൊടുന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും ഒരേ ലൈനിലാക്കി ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അലൈൻമെൻറ്റ് പോയി കണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിഫാൾട്ട് നമുക്ക് അങ്ങനെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഏകദേശം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ താഴെ ഇത് വൈറ്റ് കളറാണ്, താഴെ മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേയും കൂടി എഴുതാനുണ്ട്. എല്ലാം കൂടി എഴുതിയിട്ട് ലാസ്റ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി അടുത്ത് എഴുതാണ്. ഇവിടെ മാർച്ച് 22 എഴുതി. അതുപോലെ മാർച്ച് 22 എഴുതിയിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അതിനുശേഷം വേൾഡ് വാട്ടർ ഡേ എന്ന് പറയുന്നുണ്ട്, ആ ക്യാപിറ്റലാണ് പറയുന്നത്. വാട്ടർ ഡേ ക്യാപിറ്റൽ ലെറ്ററാണ്. പക്ഷേ ഒരു കാര്യം പറഞ്ഞിരുന്നു, ജെൻഡിയം ബുക്ക് ബേസിക് എന്ന ഫോണാണ് ഉപയോഗിക്കേണ്ടത്. എല്ലാത്തിനും ജെൻഡിയം ബുക്ക് ബേസിക്കാണ് യൂസ് ചെയ്യേണ്ടത്. എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇത് മാറ്റിയാൽ മതി. നമ്മുടെ സെലക്ട് ചെയ്തു, ഇവിടെ ജെൻഡിയം സെർച്ച് ചെയ്യാണ്. ജെൻഡിയം ബുക്ക് ബേസിക് ആ ഒരു ബോർഡർക്ക് വന്നു. ഇതെന്ത് ചെയ്യാം, ഇതും അതുപോലെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ജെൻഡിയം ബുക്ക് ബേസിക് ആക്കി. ഒരു മിനിറ്റ്, പുറത്തേക്ക് വെച്ച് സെറ്റ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യുന്നു, ജെൻഡിയം ബുക്ക് ബേസിക്കായി. ശരിക്കും മെയിൻ കണ്ടൻറ്റ് മാത്രം ചെയ്താൽ മതി, പക്ഷെ എന്നാൽ എല്ലാം ഒരേ ഫോണ്ടാക്കി കൊടുക്കുകയാണ്. പുറത്തേക്ക് വെക്കുക, സൗകര്യാർത്ഥം പുറത്തേക്ക് വെക്കുന്നുണ്ട്. ഇവിടെ ഓക്കെ, ഇതെന്ത് ചെയ്യാം, ആ പറഞ്ഞ ഫോണ്ടാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നോരോന്ന് അറേഞ്ച് ചെയ്യാം. ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്, ഇവിടെ കൊടുന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചെയ്യണം, ബോൾഡാക്കണം. ബോൾഡാക്കാൻ ഒന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബോൾഡ് ഓപ്ഷൻ ഉണ്ട്, സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. സോറി, ഒരു 40 ആക്കി വെക്കാം. പക്ഷേ അപ്പോൾ ശരിയാവണില്ല, റീസെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെയൊക്കെ കളർ വൈറ്റ് കളറാക്കണം. അപ്പോൾ സെലക്ഷൻ കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, വൈറ്റ് കളർ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇതും സെലക്ട് ചെയ്തിട്ട് വൈറ്റ് കളറാക്കി കൊടുക്കുക. ഇതും സെലക്ട് ചെയ്തിട്ട് വൈറ്റ് കളറാക്കുക. ഇതും സെലക്ട് ചെയ്തിട്ട് വൈറ്റ് കളറാക്കുക. ഓക്കെ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിലൊന്ന് ഗ്രൂപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ട് എടുക്കാം. PNG എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മൊത്തത്തിൽ സെലക്ട് ചെയ്യുക, താഴേക്ക് പോയി ഒബ്ജക്റ്റിൽ പോയിട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ഗ്രൂപ്പായി. ഇപ്പോൾ ഗ്രൂപ്പായി. ഇനി ഒരിക്കൽ ഗ്രൂപ്പായ ഓപ്ഷൻ വേണമെങ്കിൽ അഥവാ നമ്മൾ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഒബ്ജക്റ്റ് തന്നെ പോയി കണ്ട് അൺഗ്രൂപ്പ് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വീണ്ടും ഗ്രൂപ്പ് ചെയ്യാണ്. ഒബ്ജക്റ്റിൽ പോയിട്ട് ഗ്രൂപ്പ് എടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതിന് എക്സ്പോർട്ട് ചെയ്യണം. ഫയലിൽ പോയിട്ട് എക്സ്പോർട്ട് PNG എടുത്തു. സെലക്ഷൻ തന്നെയാണുള്ളത്, അതുകൊണ്ട് എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്തു. എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഒന്ന് വന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ബാക്ക് സ്പേസ് അടിച്ച് സെറ്റ് ചെയ്യുന്നു. ദെൻ രജിസ്റ്റർ നമ്പർ, ഞാൻ രജിസ്റ്റർ റാൻഡം നമ്പർ കൊടുക്കുകയാണ്. വാട്ടർ ഡേ എന്നോ അങ്ങനെ എന്തോന്നാണ്, വാട്ടർ ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരുന്നത്, വാട്ടർ ഡേ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വാട്ടർ ഡേ എന്ന് കൊടുത്തു. ഇനി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി എന്ത് ചെയ്യും, താഴെ
സേവായി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ സ്കൂളിനകത്താണ് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ മാറിപ്പോയി. അപ്പോൾ സേവ് എക്സ്പോർട്ട് ആസ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഇവിടെ X110 പ്രോഡക്ട്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക, അവിടേക്ക് സേവ് ചെയ്യുക. ആളുടെ പേര് കൊടുത്തിട്ടുണ്ട്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ X110 പ്രോഡക്ട്സിലേക്ക് കയറി വരും. ഓക്കെ, നമുക്ക് അവിടെ പോയി നോക്കാം. ഇവിടെ ഹോമിനകത്ത് X110 പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. X110 പ്രോഡക്ട്സ് ഇതാ. ഓക്കെ, ഇവിടെ PNG ഇമേജ് ഇവിടെ കൃത്യമായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് 2 ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യുക വഴി നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇതല്ലാതെ അഡീഷണലി ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ അതൊന്ന് ആ ഏരിയകളൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 ടൂൾസ് കൂടി ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇങ്ക്സ്കേപ്പാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ബേസ്ഡാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ ബോർഡർ ഒഴിവാക്കാനൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ടെക്നിക്കുകളൊക്കെയാണ് വേണ്ടി ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണെന്ത്, നമ്മുടെ കാലിഗ്രാഫിക് ടൂള്, പിന്നെ ബേസിയർ കർവ് ടൂള്. അപ്പോൾ ഈ ബേസിയർ കർവ് ടൂളൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുപോലെ ഒരു ഹാഫ് സർക്കിളൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ഫുൾ സർക്കിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ എടുക്കാം, ഒരു ഒബ്ജക്റ്റിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, സൈസ് അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്കില്ലുകളുണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ളത്. ആ സ്കില്ലുകൾ എങ്ങനെ ചെയ്യുക, ഓരോ ടെക്നിക്കുകൾ എങ്ങനെ ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാം. ആദ്യമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവിടെ ഡ്രോ കാലിഗ്രാഫിക് ടൂളാണ്, ബേസിയർ കർവ് ടൂളാണ്. അത് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി ഇവിടെ മുകളിൽ 3, 4, 5 മോഡുകൾ വരുന്നുണ്ട്. കണ്ടോ, 1, 2, 3, 4, 5. ഇത് ഒന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എ റെഗുലർ ബേസിയർ പാത്ത് എന്നാണ് പറയുക. ഇത് വരക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം വരച്ച് അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ഇത് ആവശ്യം അവിടെ തീരും. നമ്മളിത് പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഇല വരക്കാനും കൊമ്പ് വരക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വരക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക, എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് അവിടെയും അവിടെ മൗസിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പക്ഷേ അവിടെ ഒരു പ്രാവശ്യം ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മുന്നിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ പോയിന്റ് തന്നെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താലേ ലൈന് പൂർത്തിയാവുള്ളൂ. അതിനുശേഷം നമ്മുടെ ഈ നോഡ് എഡിറ്റിംഗ് ടൂൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെ നോഡ്സ് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് വരും. ഓക്കെ, അങ്ങനെ വളച്ചെടുത്തിട്ട് ഈ ഒരു ഏരിയ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക, വളവും തിരിവൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇങ്ങനെ നമ്മൾ കൊമ്പ് വരക്കാനൊക്കെ മരച്ചില്ല വരക്കാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാനത് ഒന്നുകൂടെ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ വരച്ച് ഇതായി കൊടുത്താൽ ആവശ്യാനുസരണം ഓരോ പോയിൻ്റ് കിട്ടും. ഈ ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ അറിയാത്തവരൊന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒന്നാമത്തെ ഓപ്ഷൻ വരുന്നത് എന്നുള്ളത്. ഈ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഇതിങ്ങനെ സ്ഫറിക്കലായി ഇങ്ങനെ വരച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഷേപ്പ് വരുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാനും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഷേപ്സ് നമുക്ക് കളർ കൊടുക്കാനും പറ്റും. ഉള്ളിൽ കളർ കൊടുത്താൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഷേപ്പറെ കളർ കിട്ടും. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത ഇറഗുലർ ഷേപ്പുകളൊക്കെ വരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ബേസിയർ കർവ് രണ്ടാമത്തെ ഈ സർക്കിൾ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരയ്ക്കാൻ അത് യൂസ് ചെയ്യാം. ഇനി അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ്റെ ക്ലിക്ക് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ചിത്രം ഇങ്ങനെ വരും. ഇത്തരത്തിൽ പിക്ചർ വരും. നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഹാഫ് സർക്കിളല്ല, അങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് വരക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഷേപ്പുകളൊക്കെ വരക്കാൻ നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുക. ഇതിനകത്തുള്ള ഈ രണ്ടാമത്തെ ക്രിയേറ്റ് BSP ലൈൻ പാത്ത് എന്നുള്ള രീതിയിലുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും ആവശ്യമാവുന്ന ഒരു ഓപ്ഷനാണ് ഈ നാലാമത്തെ ഒരു ഓപ്ഷൻ. ഇതാണ് നമ്മുടെ ഇഷ്ടാനുസരണം വളക്കാൻ കഴിയില്ല, പക്ഷേ നമുക്കിങ്ങനെ ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യുക, ഇങ്ങനെ വരച്ച് കൊണ്ടുപോയി ലൈൻസ് ഉപയോഗിച്ച് ഓരോ ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഈ ബേസിയർ കർവ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് തന്നെ നമ്മൾ വരച്ച് എത്തി ആ പോയിന്റിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യുമ്പോൾ സർക്യൂട്ട് പൂർത്തിയാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, കൃത്യമായൊരു ക്ലോസ്ഡ് ഒബ്ജക്റ്റായി മാറും. ഇത് നമ്മൾ കളർ കൊടുത്താൽ അതിന് ഇൻറ്റേർണൽ പാർട്ടിൽ കളർ ഫില്ലാവും. കാണിച്ചു തരാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഭാഗം മാത്രം കളർ ഫില്ലായി. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത ഷേപ്പുകൾ വരയ്ക്കാൻ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യപ്പെടും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ
നമ്മൾ ഈ ഇടിമിന്നലിലൊക്കെ ചിത്രം വരക്കുകയാണെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെ വരക്കാൻ നോക്കാം. അത് വരക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇത് മൊത്തത്തിൽ വരച്ചൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. ഇവിടെ ബേസിക് കർവ് ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ലാസ്റ്റ് ഓപ്ഷൻ കൂടി പരിചയപ്പെടാം. ലാസ്റ്റ് ഓപ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് 90 ഡിഗ്രിയിൽ മാത്രമേ ഇതാവുള്ളൂ, വരക്കാൻ കഴിയുള്ളൂ. അതിൽ അല്ലാതെ വേറെ കോണളവിലേക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ഷേപ്സ് വരക്കുന്നതാണ് എന്ത് ചെയ്യുന്നത് അവസാനത്തെ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇടിമിന്നൽ എങ്ങനെ വരക്കുന്ന ഓപ്ഷൻ നോക്കാം. ഇത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഒന്നാമത്തെ ലൈൻ ക്ലിക്ക് ചെയ്തു. ദെൻ ഇവിടെ ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം താഴേക്കൊന്ന് വരച്ചു. എന്നിട്ട് ഇവിടെ മുകളിലേക്ക് വന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ഇതുപോലുള്ള ഷേപ്സൊക്കെ വരക്കുക. അത് കുറച്ച് അക്യുറേറ്റ് അല്ല. എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഷേപ്പുകൾ വരച്ച് ചേർക്കാനും അതിൽ കളർ കൊടുക്കാനൊക്കെ വരും. മോഡൽ ക്വസ്റ്റ്യനിൽ എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ഷേപ്പ് വരാം. ഇത് നമുക്ക് വരച്ചതിന് തിരിച്ചു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെ പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിനുള്ള ഓപ്ഷനാണിത്. ഈ സെലക്ഷൻ ടൂൾ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഈ ഒരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെയാണ് വരിക. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ഈ ആരോഗ്യങ്ങളൊക്കെ ഒരു വളവുണ്ടാവും. ആ വളവിനനുസരിച്ച് ഇതിങ്ങനെ തിരിയും. ഇതിനകത്ത് ഇവിടെ സെൻട്രൽ പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് കറങ്ങുകയൊക്കെ ചെയ്യാം. നമ്മൾ മുൻപ് പഠിച്ചാണ്. അപ്പോൾ ഒരു ഇടിമിന്നലിൻ്റെ ഒരു ഷേപ്പ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻസ് യൂസ് ചെയ്ത് ചിത്രങ്ങൾ വരയ്ക്കുകയൊക്കെ ചെയ്യാം. ദെൻ ഇനി ഇതിനൊരു ബോർഡർ വരക്കണം എന്ന് വിചാരിക്കാം. സപ്പോസ് ഇത് റെഡ് കളറിലാണ്, ഇതിനൊരു വൈറ്റ് കളറിൽ ഒരു ബോർഡർ കൂടി വരച്ചു കൊടുക്കാമെന്ന് വിചാരിക്കും. പക്ഷേ വൈറ്റ് കളറാകുമ്പോൾ ബോർഡർ ഇവിടെ കാണില്ല. ബോർഡർ കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്ലാക്ക് കളറിലൊരു സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, ഒരു ഷേപ്പ് വരക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചിട്ട് ഓക്കെ. ഇനി നമ്മൾ ഇതിനൊരു ഔട്ടർ കൊടുത്താൽ എന്ത് ചെയ്യും, ഇത് താഴെയാണുള്ളത്. ഒന്ന് ഒബ്ജക്റ്റിൽ റൈസ് ചെയ്യട്ടെ. റൈസ് കൊടുത്തു. ഓക്കെ. ഇനിയിപ്പോൾ ഇവിടെ പുറത്ത് ഔട്ടർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, വൈറ്റ് ഔട്ടർ കൊടുത്താൽ കാണാൻ കഴിയില്ല. ഇതിനകത്ത് വൈറ്റ് ഔട്ടർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വൈറ്റ് ഔട്ടർ കൊടുക്കാൻ വേണ്ടി സെലക്ഷനിലാണുള്ളത്. ഇനി എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിൽ പോയി ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുത്തു. നമ്മുടെ സ്ട്രോക്ക് സ്റ്റൈൽ എടുത്തിട്ട് ഫ്ലാറ്റ് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒക്കെ ലൈറ്റ് കളറിലേക്ക് സെറ്റ് ചെയ്യുക. വൈറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ കളർ ചൂസ് ചെയ്താലും മതി. ഇപ്പോൾ വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് മൊത്തത്തിലാണ് വൈറ്റ് കളർ ആയത്. പക്ഷെ നമുക്ക് വേണ്ടത് സ്ട്രോക്ക് പെയിൻറ്റിനാണ്. സ്ട്രോക്ക് പെയിൻറ്റിനാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഓപ്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് കീ കൂടി പ്രസ് ചെയ്തിട്ട് വേണം കളർ എടുക്കാൻ. ഓക്കെ, ഒരു മിനിറ്റ്. വൈറ്റ് കളർ ആയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യണം, തിക്നെസ് കുറവാണ്. തിക്നെസ് കൂട്ടി കൊടുക്കണം. നമ്മളിവിടെ തിക്നെസ് കൂട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു, സ്ട്രോക്ക് സ്റ്റൈൽ വന്നിട്ട് ഇതിൻ്റെ സൈസ് വിടുത്ത് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ തിക്നെസ് കൂടി വരുന്നുണ്ട്. ഇത് പുറത്ത് വെച്ചാൽ എന്ത് ചെയ്യില്ല, വൈറ്റ് കളർ ആകുമ്പോൾ കാണില്ല. പക്ഷേ വേറൊരു ബാക്ക്ഗ്രൗണ്ടിനകത്ത് കൊണ്ടുവച്ചാൽ മാത്രമേ ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഓക്കെ ആണല്ലോ. ഇതാണ് വ്യത്യസ്ത ഷേപ്പുകൾ വരക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു, അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് നിഴലും വെളിച്ചവും സ്ഫിയറൊക്കെ വരച്ചിട്ട് ഒരു 3D എഫക്ട്സ് കാണിക്കാൻ പറയും. അതുപോലെ തന്നെ ബ്ലർ, ഒപ്പാസിറ്റി, ഈ പറയുന്ന കാര്യങ്ങളും കൂടി ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഞാൻ ബ്ലറും ഒപ്പാസിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഷേപ്പ് വരക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ സെലക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കളർ ചൂസ് ചെയ്താൽ എന്ത് ചെയ്യും, ഇവിടെ മാറിക്കൊണ്ടേയിരിക്കും. ഞാനിവിടെ ഓക്കെ ഈ റെഡ് കളർ ചൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഷേപ്പ് വരക്കാൻ പോവാണ്. ഓക്കെ, ഇതിന് ബോർഡർ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് സൈഡ് ഇങ്ങനെ കാണുന്നത്. ഇവിടെ ബോർഡർ ഉണ്ട്. ബോർഡറൊന്നും കുഴപ്പമില്ല, നമുക്ക് അവിടെ നിന്നോട്ടെ, ഇഷ്യൂ ഒന്നുമില്ല. ബോർഡർ ഒന്ന് വായിച്ച് ഇതിൻ്റെ കളറ് ബ്ലറും അതുപോലെ ഒപ്പാസിറ്റി എന്ന ഓപ്ഷനും ഉപയോഗിച്ച് എന്തൊക്കെ ഡിഫറൻസാണ് വരിക നോക്കാം. സെലക്ഷനിൽ പോയിട്ട് ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് തുറക്കുക. ഫിൽ ആൻഡ് സ്ട്രോക്കിനകത്ത് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫിൽ കളറാണ് സ്ട്രോക്ക് ചെയ്യേണ്ടത്. അതിന് ഫില്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫില്ലും സ്ട്രോക്കും ഉണ്ട്, സ്ട്രോക്ക് സ്റ്റൈലും ഉണ്ട്. ഇപ്പോൾ ഫില്ല് ചെയ്ത കളർ ബ്ലർ ആവാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫില്ലിനകത്ത് വരേണ്ടത്. ഇതിൻ്റെ ബ്ലർ എന്നുള്ള ഓപ്ഷൻ ഒരു പകുതി ആക്കി കഴിഞ്ഞാൽ
എന്ത് ഓപ്ഷൻ മാറ്റം അവിടെ വന്നിട്ടുണ്ട് നോക്ക്. ഇപ്പോൾ കണ്ടോ ആ ഷേപ്പ് ഇങ്ങനെ ബ്ലറായി പോവാണ്. നമ്മൾ ഫുള്ളായിട്ട് ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിലൊന്നും കാണാനില്ലാത്ത രീതിയിൽ അത് മാറിപ്പോയിട്ടുണ്ടാവും. ഇത്രയും ബ്ലറായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബ്ലറ് കുറച്ചാൽ എന്ത് ചെയ്യുന്നു, ക്ലാരിറ്റി കൂടി വരും. ഇപ്പം ഇപ്പോഴും ചെറിയ ബ്ലറുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ പറയുന്നത് ബ്ലറ് പറ്റ കുറച്ചു, ഒപ്പാസിറ്റിയാണ്. ഇപ്പോൾ ഒപ്പാസിറ്റി ഉള്ളത് എനിക്ക് റിയൽ ടൈം കാണാൻ വേണ്ടി ഞാൻ ഈ ഒരു പിക്ചർ ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് നീക്കി വെക്കാം. അപ്പോൾ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നമ്മുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് കാണാൻ കഴിയും. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒപ്പാസിറ്റി എന്ന കളർ ഉണ്ടല്ലോ. ഈ ഒപ്പാസിറ്റി 100-ലാണുള്ളത്. എന്ന് വെച്ചാൽ ഒരു കളറിൻ്റെ ഷെയ്ഡ് ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്ന ഓപ്ഷനായിരിക്കും ഒപ്പാസിറ്റി 100 എന്ന് പറഞ്ഞാൽ. അതിങ്ങനെ കുറഞ്ഞു വന്നാൽ ഡാർക്കായിട്ടുള്ള കളർ ഇങ്ങനെ ലൈറ്റായി വന്ന് അവസാനം വൈറ്റിലേക്ക് കയറി വരും. ശ്രദ്ധിക്കട്ടോ, ഞാൻ ഇവിടെ ഇങ്ങനെ കുറയ്ക്കുന്നതിനനുസരിച്ച് അവിടെ ആ കളർ ചേഞ്ച് ആവണം. കണ്ടോ, പതുക്കെ തന്നെ 40-50 കളർ ഇങ്ങനെ മാറി ഒരു റെഡിൻ്റെ ഷെയ്ഡിൽ നിന്ന് മാറി അവസാനം എന്ത് ചെയ്യും, വൈറ്റിലേക്ക് എത്തി. അപ്പോൾ ഒപ്പാസിറ്റി കുറഞ്ഞു കിടന്നാലും എന്ത് ചെയ്യും, പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചിത്രം വരയ്ക്കുമ്പോൾ പിക്ചറിൽ കളർ വരുന്നില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒപ്പാസിറ്റി പോയൊക്കെ മതി. ഒപ്പാസിറ്റി ബ്ലറിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ ഒപ്പാസിറ്റി 100-ലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ കളർ കൃത്യമായി കൊടുത്ത കളർ സ്ക്രീനിൽ വരുള്ളൂ. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ഷെയ്ഡ് കുറഞ്ഞ കളറാണ് സ്ക്രീനിൽ വരിക. അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ബ്ലറും ഒപ്പാസിറ്റി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഒരു സ്ഫിയർ വരച്ചിട്ട് അതിനകത്ത് ഒരു 3D എഫക്ട്സ് കൊടുക്കുന്ന, 3D എഫക്ട്സ് മീൻസ് ഒരു നിഴലും വെളിച്ചവും വരുന്ന, ഒരു സൈഡിൽ നിന്ന് ടോർച്ച് അടിക്കുമ്പോൾ സ്ഫിയറിൻ്റെ ഒരു സൈഡിൽ വെളിച്ചമുള്ളതും അതിൻ്റെ ബാക്ക് സൈഡിൽ നിഴലും വരുന്ന രീതിയിൽ, ഷാഡോ വരുന്ന രീതിയിലുള്ള ഒരു സെറ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിന് മുൻപായി നമ്മുടെ സ്ഫിയർ ഒന്ന് സെലക്ട് ചെയ്തു, കളർ സെലക്ട് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇനി ഇതിനകത്ത് നിലവിൽ എന്തുണ്ട്, നമ്മുടെ സ്ട്രോക്ക് ഉണ്ട്. സ്ട്രോക്ക് ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ഫിൽ ആൻഡ് സ്ട്രോക്ക് പോയിട്ട് സ്ട്രോക്ക് ഒന്ന് റിമൂവ് ചെയ്തു. ഇപ്പോൾ നിലവിൽ സ്ട്രോക്ക് അതിനകത്തില്ല. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിന് 2 ഷെയ്ഡുകൾ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ, റേഡിയൽ ഗ്രേഡിയൻറ്റും ലീനിയർ ഗ്രേഡിയൻറ്റും. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഫിൽ ആൻഡ് സ്ട്രോക്കിൽ വീണ്ടും പോയി ഇവിടെ സ്ട്രോക്ക് പെയിൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫില്ലിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ ഓപ്ഷൻ കണ്ടോ, ഈ ഒന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 കളർ മാത്രമേ ഉണ്ടാവും. ഇപ്പോൾ വന്നാൽ ഇടത് സൈഡിൽ ഗ്രേ കളറും വലത് സൈഡിലേക്ക് വരുമ്പോൾ വൈറ്റ് കളർ, 2 കളർ മിക്സ് ആയിട്ടുള്ള രീതിയിലാണിത് വന്നിട്ടുള്ളത്. ഞാനത് വീണ്ടും അൺഡു ചെയ്യാണ്, Ctrl Z അടിച്ചിട്ട് അൺഡു ചെയ്തു. അതിനുശേഷം വീണ്ടും ഫിൽ ആൻഡ് സ്ട്രോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ഓപ്ഷൻ കണ്ടോ, റേഡിയൽ ഗ്രേഡിയൻറ്റ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നിഴലും വെളിച്ചവും സെറ്റ് ചെയ്യുക. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നത്, ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ റേഡിയൽ ഗ്രേഡിയൻറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഓരോ സ്ക്രീനിൽ വരുമ്പോൾ ഇങ്ങനെ കാണും. ഇപ്പോൾ ഔട്ടറിൽ ഇങ്ങനെ ഡാർക്കും, ഔട്ടറിൽ ഇങ്ങനെ വൈറ്റും, ഉള്ളിൽ എന്ത് ചെയ്യുന്നു, ഒരു ഡാർക്കും വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ സെൻട്രലായിട്ടൊരു ബോക്സ് ഉണ്ട്, റെക്റ്റാങ്കിൾ ബോക്സ് ഉണ്ട്, മുകളിലും റെക്റ്റാങ്കിൾ ബോക്സ് ഉണ്ട്. ഈ 2 റെക്റ്റാങ്കിൾ ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു നിഴൽ വരുമ്പോൾ ഔട്ടറിൽ ഡാർക്ക് കളറിലും, നിഴലില്ല വെളിച്ചം വരുമ്പോൾ ഔട്ടറിൽ ഡാർക്ക് കളറും ഇന്നറിൽ ഒരു വൈറ്റ് കളർ കൊടുത്താലേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ സെൻറ്ററിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു വൈറ്റ് കളർ ചൂസ് ചെയ്ത് കൊടുത്തു. ഇവിടെ വൈറ്റ് കളർ വന്നിട്ടുണ്ട്. ഔട്ടറിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഡാർക്ക് കളർ ചൂസ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഏകദേശം വെളിച്ചം അതിൽ സെൻറ്ററിലേക്ക് ലൈറ്റ് പഠിക്കുന്ന രീതിയിലാണുള്ളത്. നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങോട്ടേക്ക് വേണമെങ്കിലും ആ വൈറ്റ് ഏരിയ മൂവ് ചെയ്യുക. അതിനിടെ സെൻറ്ററിലുള്ള ഈ ഒരു പോയിൻറ്റ് മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തിട്ട് സൈഡിലേക്ക് മൂവ് ചെയ്ത് വെച്ചാൽ മതി. ഈ സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടുന്ന് വെളിച്ചം വരുന്ന ഒരു ഷേപ്പാണ് നമുക്ക് ഫീൽ ചെയ്യാം. ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഒബ്ജക്റ്റിൽ പോയിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്കിനകത്ത് ഫില്ലിനകത്ത് മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, റേഡിയൽ ഗ്രേഡിയൻറ്റ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീനിൽ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഓപ്ഷൻ കിട്ടും. സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റ് കളർ കൊടുക്കാം, മുകളിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഡാർക്ക് കളർ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം. ദെൻ ഇവിടെ ഈ ഒരു ഓപ്ഷന് ഈ സെൻറ്ററിലുള്ള ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യാനുസരണം മൂവ് ചെയ്തതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മൂവ് ആകും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് വേറെ കളർ കൊടുത്ത് കാണിച്ചതാണ്, നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ചിലപ്പോൾ വരച്ചിട്ട് ഒരു ഷെയ്ഡ് കൊടുക്കാൻ വരാൻ ചാൻസ് കാണുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു കണ്ടൻറ്റാണ്. അപ്പോൾ പബ്ലിക്കിന് ചിലപ്പോൾ ചോദിക്കാം, ഒരു സ്ഫിയർ വരച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സിലിണ്ടർ വരച്ചിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറയും, അതിൻ്റെ ഷെയ്ഡ് നിഴലും വെളിച്ചവും അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് ഷാഡോ എന്നുള്ളത് ഓപ്ഷൻ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം സൈഡിലേക്ക് മൂവ് ചെയ്ത് വെച്ചിട്ട് ലൈറ്റ് ഈ സൈഡിൽ നിന്ന് വന്നു. ഈ സൈഡിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ ഷാഡോ ഈ സൈഡിലാണ് ഉണ്ടാവുക. അപ്പോൾ ഷാഡോ വരക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒരു ഡാർക്ക് കളർ സെലക്ട് ചെയ്തിട്ട്, ഡാർക്ക് മീൻസ് ബ്ലാക്ക്, അധികം ഷാഡോ ബ്ലാക്ക് തന്നെയല്ല ഉണ്ടാവുക. ബ്ലാക്ക് തന്നെ ഷാഡോ ഉണ്ടാവുള്ളൂ, വേറെ കളർ ഷാഡോ ഉണ്ടാവുമോ?
ഓക്കെ, സർക്കിൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വരച്ചു, താഴെ വരച്ച് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ഫിയർ ആകുമ്പോൾ സ്ഫിയറിന് റെക്റ്റാങ്കിൾ ഷേപ്പ് ഏകദേശം അതിനോട് ചേർച്ചുള്ള ഷേപ്പല്ലേ ഉണ്ടാവുള്ളൂ. ദെൻ ഇത് താഴേക്ക് കയറ്റി വെക്കാൻ ഇവിടെ ഇങ്ങനെ കയറ്റി വെക്കും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഒന്നിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഒന്നിൻ്റെ മുകളിലാകുമ്പോൾ എന്ത് ചെയ്യണം, ഈ മുകളിലുള്ള ഷാഡോനെ താഴേക്ക് കൊണ്ടുപോകണം. താഴേക്ക് കൊണ്ടുപോകാൻ ഒബ്ജക്റ്റിൽ പോയിട്ട് നമ്മുടെ റൈസ് ടു ടോപ്പ്, റൈസ് ലോവർ ടു ബോട്ടം, ഇവിടെ നമ്മൾ ലോവർ ടു ബോട്ടം ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, താഴെയായിട്ട് സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഇത്രയും ഡാർക്ക് കളറായി ഷാഡ് ഉണ്ടാവില്ല, കുറച്ചൊരു ബ്ലർ ഉണ്ടാവും. ആ ബ്ലർ കൊടുക്കാൻ വേണ്ടി അത് ഒന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ പോകുന്നു, ഫിൽ ആൻഡ് സ്ട്രോക്ക് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ടാവും, താഴേക്ക് വന്ന ബ്ലർ ഉണ്ടാവും. ബ്ലർ ഒരു 50 ഒക്കെ ആക്കി കൊടുക്കാം, 50% ബ്ലറാക്കി കൊടുക്കാം, 49. ഇപ്പോൾ ഏകദേശം ഒരു ദട വന്നിട്ടുണ്ട്. ഒന്ന് കയറ്റി വെച്ചെടുത്താൽ കറക്റ്റായിട്ടുള്ള ഷെയ്ഡ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി തന്നെ നിങ്ങൾക്ക് ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക. ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി 2 കൂടി സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് അൺട്രാക്ക് ചെയ്ത് മൊത്തത്തിൽ ക്ലിക്ക് അൺട്രാക്ക് ചെയ്താൽ എന്ത് ചെയ്യും, സെലക്ട് ആവും. ഓക്കെ, ഇനി എന്ത് ചെയ്യും, നമ്മൾ ഒബ്ജക്റ്റിൽ പോയിട്ട് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഗ്രൂപ്പായി. ഇപ്പോൾ സിംഗിളായിട്ടുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി വേറൊരു കാലിഗ്രാഫിക് ടൂൾ എന്ന് പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ലൈൻസൊക്കെ വരച്ചിട്ട് അത് അവിടെ ഒരു എന്താ പറയുക, ഒരു ഓപ്ഷൻസ് സ്മോക്ക് പോലൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിലൊക്കെ, അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അങ്ങനത്തെ ഒരു സ്മോക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വരച്ച് ചേർത്തിട്ട് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിൽ പോയിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്കിൽ വന്നിട്ട് ബ്ലറൊന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു എന്തുണ്ട്, ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഒരു ബ്ലർ, ഒരു പുകയുള്ള പോലെ, സ്മോക്കുള്ള പോലെ എഫക്റ്റ് കിട്ടിയാലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏകദേശം എല്ലാവിധ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ലൈവായിട്ടുള്ളൊരു ലൈവ് ക്ലാസ് ഉണ്ടാവും പ്രാക്ടിക്കലിൻ്റെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് അന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും സമയം ക്ലാസ് കേട്ടവർക്കെല്ലാം നമ്മുടെ IT പ്രാക്ടിക്കലിൻ്റെ സമയത്ത് ഇങ്ക്സ്കേപ്പ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിന് വേണ്ട എല്ലാ കണ്ടൻറ്റും ഇതിനകത്ത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.